Hello guys, welcome to our channel. Home Life by Malu Sambus. സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംബൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. രാവിലെ മുതലെന്ന് പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഉച്ചയൂണിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോറ് കഴിക്കുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉടച്ചുകറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ചേന, പിന്നെന്താണ് ചക്ക, മത്തൻ, പയർ, ഇതെല്ലാം കൂടെ ഇട്ട് ഒരു ഉടച്ച് കറിക്കുള്ളതെല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം തോരത്തിനുള്ള പരിപാടിയിലേക്ക് പോകുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ തോരത്തിനുള്ളതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ കടുവറുത്ത് തോരത്തിനുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കടുവറുത്ത് തോരത്തിനുള്ളതെല്ലാം തട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി വഴറ്റി വെക്കുക കേട്ടോ. ബീട്രൂട്ട് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് അതുപോലെ തന്നെ ഈ ഉടച്ചെറിയിലൂടെ ബീട്രൂട്ട് ഒരു നല്ലൊരു കോമ്പിനേഷനാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുക്കറിൽ വിസിലൊക്കെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ എന്തായെന്ന് നോക്കാൻ വേണ്ടി, ഉടച്ചെറി എന്തായെന്ന് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ തിരുപ്പി തോരത്തിനുള്ളതും ഉടച്ചെറിക്കുള്ളതും ഒക്കെ ഉള്ള അരപ്പ് വേണമല്ലോ അപ്പോൾ ഗൈസ്. അപ്പോൾ അതിനിടയിൽ അമ്മ മീൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ചൂര മീനാണ് ഗൈസ്. ഇങ്ങനെയാണ് അമ്മ മീൻ കട്ട് ചെയ്യുന്നത്. കാണാൻ ഒരു പ്രത്യേക രസമാണ്. എന്നെക്കൊണ്ട് തല കുത്തി ശ്രമിച്ചിട്ടും ഇത് പറ്റിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇവിടെ അമ്മ മീനൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൂര മീനായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കട്ട് ചെയ്യുമ്പോൾ സ്ഥിരം വരാറുള്ള അതിഥിയെ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അതിനൊക്കെ ശേഷം ഞാൻ അരപ്പിനുള്ള പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തോരത്തിനുള്ളതും ഉടച്ചുകറിക്കുള്ളതും ഒരേ അരപ്പല്ല. പിന്നെ രണ്ടും കൂടെ ഒത്തടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ ഉണ്ടമുളകാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല വലിയ ഉണ്ടമുളക്, എരിയുള്ള മുളകാണ്. സെറ്റ് ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകം, അങ്ങനെ കറിവേപ്പില, അങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കിയതിന് ശേഷം അടിച്ചെടുക്കുക. അപ്പോൾ അരപ്പെല്ലാം സെറ്റായതിനു ശേഷം ഞങ്ങൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉടച്ച് കറിയിലേക്ക്, ഇത് എല്ലാ സ്ഥലത്തും ഉടച്ച് കറി എന്നാണോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചില സ്ഥലത്ത് വേറെ പേരൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ ഉടച്ച് കറി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഉടച്ച് കറിക്കുള്ള അരപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം തോരത്തിനുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇല്ലാതെ ഒരു കളിയില്ലെന്ന് നിങ്ങൾക്കറിയാം ഗൈസ്. എൻ്റെ എല്ലാ വീഡിയോസ് കാണുന്നവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ കരിവേപ്പില അത് കുറച്ചധികം ഉപയോഗിക്കാറുണ്ട് ഗൈസ്. കരിവേപ്പില എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ കരിവേപ്പിലയൊക്കെ ഇട്ട് എല്ലാം തത്തിപ്പൊത്തി ഒന്ന് വയ്ക്കാം. അതിനുശേഷം നമ്മൾ അരപ്പിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഉടച്ചേറി. അതിലും കരിവേപ്പില വാരി വിതറിയിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കണം കേട്ടോ. ഉടച്ചേറി നല്ലതുപോലെ ഇളക്കി സെറ്റാക്കുക. ഇതിലിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കറക്റ്റ് പരുവം ആയിക്കോളും ഗൈസ്. കാരണം ഇത് അതിൽ ആ ചൂട് തട്ടിയിരുന്നൊന്ന് സെറ്റായിക്കോളും. അതിനുശേഷം ഉടച്ചേറിക്ക് ഞാൻ തേങ്ങയൊക്കെ ഇട്ടൊന്ന് കടുവറുത്ത് ഇടാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്കാണ്. അപ്പം ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുവിട്ട് താളിക്കുക. അതിനുശേഷം വറ്റൽമുളക് ഇടുക, തേങ്ങ ഇടുക കേട്ടോ. തീ കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങ ഇടുക. തേങ്ങ നല്ലതുപോലെ ബ്രൗൺ കളറാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറച്ച് നേരിട്ട് ഇളക്കണം, നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില വാരി വിതറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കറിവേപ്പില കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉടച്ചുകറിയിലേക്ക് ഇത് പകർത്താവുന്നതാണ്. ഉടച്ചുകറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം എൻ്റെ ഒരു ടെക്നിക്കാണ്, ഇതിലിരിക്കുന്ന കുറച്ച് ഉടച്ചുകറി നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, അതും കൂടെ അതിലോട്ടാക്കുമ്പോൾ എണ്ണമയവും എല്ലാം കൂടെ ആ ഉടച്ചുകറിയിലേക്ക് ആവും ഗൈസ്. നിങ്ങളൊന്ന് കണ്ടോളൂ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും. കാരണം ആ പാത്രത്തിൽ എണ്ണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം കൂടി ഇതിലോട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരു പുകയൊക്കെ വരും, ഒരു ഭയങ്കര സൗണ്ടും പുകയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കാപ്പി എടുത്ത് കുടിക്കാൻ പറ്റൂല്ലേ?
ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കാറുള്ള പരിപാടിയാണ് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ നടന്നപ്പോൾ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മീനില്ലെങ്കിൽ അമ്പാടിക്കൊരു എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചൂര കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അതെങ്കിൽ കുറച്ച് അവന് വേണ്ടിയിട്ട് കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചൂരയ്ക്ക് അരപ്പൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് നേരം ഞാൻ ഒന്ന് അത് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതിനുശേഷം വെയിറ്റ് ചെയ്ത് അത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതിനുശേഷം എനിക്കൊന്ന് ഒരു 1-2-3 മിനിറ്റൊക്കെ നമ്മൾ വയ്ക്കാം. അതിനുശേഷം ഒന്ന് മാറ്റാം. അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വാങ്ങാവുന്നതാണ് ഗൈസ്. നല്ലൊരു മണമാണ് കേട്ടോ, മണവും നല്ല ഫ്ലേവറാണ്. അതിനുശേഷം എൻ്റെ മീൻ തിളച്ചു. ആരും ഒന്നും വിചാരിക്കരുത് ഗൈസ്, അമ്പാടിയുടെ പാട്ടാണ് ഇതിൻ്റെ ഇടയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. മീൻകറി അവിടെ അടുപ്പിൽ തിളയ്ക്കുമ്പോൾ അവൻ പാടുന്ന പാട്ട് അയ്യപ്പ പാട്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, മോനെ ഇത് പാടരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ വന്നിരുന്ന അയ്യപ്പ പാട്ടൊന്നും പാടരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇത്. അപ്പോൾ കേക്ക് കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്പാടിയും കൂടെ കേക്ക് കഴിക്കുകയാണ് ഗൈസ്. ചോറിനുള്ള സമയമായി. ഇപ്പോൾ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ചോറ്. പിന്നെന്താണ്, ഉടച്ചേറി ഉണ്ടായിരുന്നു കേട്ടോ. ഉടച്ചേറി, തോരൻ, മീൻകറി, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കറികൾ. ഉച്ചയൂണ് സെറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഉടച്ചേറി പറയാതിരിക്കാൻ വൈകി, സെറ്റ് ടേസ്റ്റ് ആയിരുന്നു. എനിക്കിപ്പോൾ കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. ഇപ്പോൾ ചോറ്, ഉടച്ചുകറി, തോരൻ, മീൻ ഫ്രൈ, ചൂര മീൻ കറി, ഇതൊക്കെയായിരുന്നു. കൂടെ ഞാനൊരു പപ്പടവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഗേസ്. ഇപ്പം ഉടച്ചേറി ഉള്ളതുകൊണ്ട് പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. അപ്പം ഒരു പപ്പടം കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണെന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഷോർട്സ് ആക്കാമെന്ന് നോക്കിയതാണ്, പക്ഷേ പറ്റിയില്ല. അങ്ങനെയാണ് വീഡിയോ ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേസ്. അപ്പോൾ ഹാപ്പി ലഞ്ച് എല്ലാവർക്കും. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു ഗൈസ്.